പപ്പടം കണക്കങ്ങ് പൊരിഞ്ഞ് ഞാൻ പപ്പടം കണക്കങ്ങ് പൊരിഞ്ഞ് ഞാൻ 3 പപ്പടങ്ങളുണ്ട്, 3 ഡിഫറെൻറ്റ് ടൈപ്പ്. ഒന്ന് ഡബിൾ ഹോഴ്സിൻ്റെ, ഇത് കേരള പപ്പടം തന്നെയാണല്ലോ, ഡബിൾ ഹോഴ്സ് കേരളത്തിൻ്റെ ആണല്ലോ. പിന്നെ കേരള പപ്പടം എന്ന് എഴുതിയിട്ടുള്ളൊരു പപ്പടമുണ്ട്. പിന്നെ ഇതാ ഗുരുവായൂർ പപ്പടം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൈസ് ഇവിടെ കാനഡയിൽ നമ്മൾ മേടിക്കുമ്പം. ഡബിൾ ഹോഴ്സിൻ്റെ $3.49 പപ്പടമാണ്. ഇത് ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ വലുതായിട്ട് വരും. പാത്രം, ഇതിലും വലിയ പാത്രം ഞാൻ യൂസ് ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ ഇത് സാധിക്കുന്നു വരും നമ്മൾ എനിക്കറിയത്തില്ല. ഇതാണ് ഇത്. ഈ കാണുന്ന വലിയ പപ്പടങ്ങളെല്ലാം ഡബിൾ ഹോഴ്സിനാണ്. ഇനിയിപ്പോൾ ഇത് ചെറിയ പപ്പടം, കേരള പപ്പടം, അതില്ലാത്ത കഴിഞ്ഞാൽ അത് ഇത്രയേ വലുതാകത്തുള്ളൂ. ഇങ്ങനെ വരുന്നുണ്ട്, കുറച്ച് പൊങ്ങിയുള്ള ബബിൾസ് പോലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഡബിൾ ഹോഴ്സിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ബബിൾസ് പോലെ അങ്ങനെ പൊങ്ങിയുള്ള ആ ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ ഇതാണ് ഇത് ഗുരുവായൂർ പപ്പടം. ഗുരുവായൂർ പപ്പടം അങ്ങനെ ഡബിൾ ഹോഴ്സിൻ്റെ അത്രയും വലുതാകുന്നില്ല, ഡബിൾ ഹോഴ്സ് പപ്പടത്തിൻ്റെ അത്രയും വലുതാകത്തില്ല. ഇതിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ബബിൾസ് പോലത്തെ ഇത് വന്നിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നാട്ടിലുള്ള പപ്പടം, അതായത് നമ്മുടെ ഒക്കെ നാട്ടിൽ ഉണ്ടാക്കുന്ന പപ്പടം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച് പൊള്ളിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പം അതിലൊക്കെ നല്ല ഈ പൊങ്ങി വരുന്നുണ്ടല്ലോ, ഇതുപോലത്തെ ഒരുപാട് പൊങ്ങി വരും. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളെ പൂരിയൊക്കെ പോകുന്ന പോലെ പൊങ്ങി വരും. അതിനൊരു ടേസ്റ്റ് വളരെ നൈസായിട്ടൊക്കെ ഇരിക്കും. ഈ പപ്പടം ഇങ്ങനെ ഇരിക്കുന്നത് ഈ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന പപ്പടം പോലെ ഉണ്ട്. ഇത് ഡബിൾ ഹോഴ്സിൻ്റെ പപ്പടം തമിഴ്നാടൻ പപ്പടം പോലെയാണ് ഇതിന്. ഇത് ഇങ്ങനെ പൊങ്ങിയിട്ടുള്ള ആ ഒരു ബബിൾസ് പോലുള്ള ഒരു വന്നിട്ടേ ഇല്ല. പക്ഷെ ഇതെങ്ങനെ ഇത്ര വലുതാവുന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇതാണ് പപ്പടക്കഥ.